ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ സ്വന്തം ബ്രഹ്മയുഗം ഓസ്കാർ അക്കാദമിയിൽ പ്രദർശിപ്പിച്ചു. ആ പ്രദർശിപ്പിക്കുന്ന സമയത്ത് അവിടെ ഒരു അവതാരകയുടെ വാക്കുകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ എല്ലാം തന്നെ എന്താ പറയുക, അലയടിച്ചുകൊണ്ടിരിക്കുന്ന അറിയില്ല, ആ ഒരു ലെവലിൽ മമ്മൂട്ടി ദ മോളിവുഡ് ലെജൻഡ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന വാക്ക് എൻ്റെ മോനെ. ആ സമയത്ത് അവിടെ എത്രയോ പേര് കൈയടിക്കുന്നു. കാരണം അവിടെ മലയാളികൾ ഉണ്ട് നമുക്കറിയാം. പക്ഷേ ഈ അക്കാഡമിയിൽ സിനിമ കാണാൻ ചിലപ്പോൾ മലയാളികൾ മാത്രമല്ല, മറ്റു ഭാഷകളും മറ്റു രാജ്യത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അവരൊക്കെ മമ്മൂട്ടി ദ മോളിവുഡ് ലെജൻഡ് എന്ന് പറയുമ്പോൾ കൈയടിക്കുന്ന വീഡിയോ നമ്മളിപ്പോൾ കണ്ടിപ്പോൾ സോഷ്യൽ മീഡിയ ഭയങ്കര തരംഗമാണ്. അപ്പോഴും കൊടുമൺ പോറ്റിയെക്കുറിച്ചിട്ടും ഇങ്ങനെ പറയുന്ന ഓരോ വാക്കുകൾ, അതിനിടയിൽ കൂടെ തന്നെ നമ്മുടെ മമ്മൂട്ടീൻ്റെ പേര് പറയുമ്പോൾ ഒരു സ്റ്റേജിലുണ്ടാവുന്നൊരു ചിരിയും, പിന്നെ അതോടൊപ്പം തന്നെ അവൻ്റെ അഭിമാനത്തോടുകൂടി ആ പ്രസൻറ്റ് ചെയ്യുന്ന ആ യുവതി അവരെന്നെ സ്വയം കൈയടിക്കുന്നു, മറ്റുള്ളവരോടൊപ്പം. ഇതൊക്കെ കാണുമ്പോൾ മോളിവുഡിൻ്റെ റേഞ്ച് കണ്ട മോളിവുഡിൻ്റെ നമ്മുടെ മെഗാസ്റ്റാറേ 100 കോടിയൊന്നും ഇല്ലവനെ, 100 കോടി മനുഷ്യൻ്റെ മനസ്സിലാണിപ്പോൾ. അതാണ് നമ്മുടെ മെഗാസ്റ്റാറിനെ നിങ്ങൾ എത്ര തന്നെ തരം താഴ്ത്തി പിടിച്ചാലും കഴിവുള്ളവൻ എപ്പോഴും കഴിവുള്ളവനാണ്. അവൻ്റെ വിജയത്തിന് മുന്നിലേക്ക് ആര് എന്ത് തടവെച്ചാലും ഒന്നും ഇരിക്കില്ല. കാരണം പോളിഷ് ചെയ്തിരിക്കുക നമ്മുടെ സാശാൻ മിനുക്കിക്കൊണ്ടുവരും. മിനുക്കും തോറും മിനുങ്ങി ഇങ്ങനെ തേക്കും തോറും മിനുങ്ങുന്നില്ലേ വരുന്നല്ലേ, അതുപോലെയാണ് നമ്മുടെ മമ്മൂട്ടിൻ്റെ അവസ്ഥ. അതുകൊണ്ട് തന്നെ മമ്മൂട്ടിൻ്റെ ഈ ഒരു വിജയം എന്ന് പറയുന്നത്, ഈ ഒരു നേട്ടം എന്ന് പറയുന്നത് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഒരു നടനെ അവകാശപ്പെടാനില്ലാത്തതാണ്. ശരി പറഞ്ഞാൽ മമ്മൂട്ടി എന്ന ലെജൻഡ് എന്ന് നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. മമ്മൂട്ടി എന്ന ലെജൻഡ് എത്തിപ്പെട്ടിരിക്കുന്ന എവിടെയാണ്? ഹോളിവുഡിലാണ്. എന്നിട്ടും അതിനൊരു PR വർക്ക് ചെയ്തിട്ട് ഇവിടെ നാട് മുഴുക്ക പ്രിൻ്റ് ഇട്ട് മാർച്ച് ഒന്നും ഇടാതെ ആൾ കാഷ്വലായിട്ട് ഇപ്പോൾ ഏതൊരു സിനിമയിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കും. എന്തെങ്കിലും അതിൻ്റെ ഇതുണ്ടോ? ഇല്ല. അതേസമയം മറ്റു പലരാണെങ്കിൽ ഇവിടെ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ കാണണം നമ്മൾ കണ്ട് മരിക്കണമായിരുന്നു, തള്ളി മറിച്ച് പറഞ്ഞിട്ട്. പക്ഷെ അതൊന്നുമല്ല. ഈ ഒരു സിനിമ മമ്മൂട്ടിയും രാഹുൽ സദാശിവനും ക്രിസ്റ്റോ സേവിയറും അങ്ങനെ കുറച്ച് ആളുകളുടെ വലിയൊരു പ്രയത്നമാണ്. അതുപോലെ ഈ രാഹുൽ സദാശിവൻ്റെ എന്താണ് വിഷൻ, അതുപോലെ നടപ്പിലാക്കാൻ നല്ലൊരു നടനെ മാത്രമേ കഴിയുള്ളൂ. ആ നല്ലൊരു നടനാണ് നമ്മുടെ സ്വന്തം മെഗാസ്റ്റാർ. അതിൽ വേറൊന്നും നമുക്ക് അവകാശപ്പെടാനോ വേറൊന്നും പറയാനുമില്ല. കാരണം അത്ര മനോഹരമായിട്ടാണ് ഈ നമ്മുടെ രാഹുൽ സദാശിവൻ നമ്മുടെ ശ്രീ മമ്മൂട്ടിയെ അവതരിപ്പിക്കാനുള്ള വേദി കൊടുക്കുകയും അത് ഗംഭീരമായിട്ട് അവതരിപ്പിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ഇടനെഞ്ചിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളും പ്രവൃത്തികളും അദ്ദേഹത്തിൻ്റെ നോട്ടം എല്ലാം തറച്ച് കയറി. ആ തറച്ച് കയറിയതിൻ്റെ ഒരു ചിലപ്പോൾ എന്താ പറയുക, ആ തിരമാല അടിച്ചടിച്ച് മറ്റുള്ള കടന്നു തീരുമല്ലേ എന്ന് പറഞ്ഞ പോലെ മോളിവുഡിൽ അടിച്ചാല അങ്ങ് ബോളിവുഡിലെത്തി, ബോളിവുഡിൽ നിന്ന് അടിച്ചിട്ട് അങ്ങനെ പോയി ഹോളിവുഡിലെത്തി. അലകൾ അടിച്ചടിച്ച് എല്ലാ അതിർവരമ്പുകളും കടത്തി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ബ്രഹ്മയുഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വാക്കുകൾ പറയാനുണ്ട്. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ സിനിമ എടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും പറ്റുന്നില്ല. കാരണം നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ചിലപ്പോൾ സിനിമകളൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പഴയ കാലങ്ങൾ കാണിക്കുമ്പോൾ തന്നെ അത് നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസാണ്. പക്ഷെ അതിനെയൊക്കെ മറികടന്ന് ഒരു സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇറക്കുന്നു. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇറക്കുന്ന സിനിമ ലോകത്തിൽ ചരിത്രം തന്നെ മാറുന്നു. അതാണ് ബ്രഹ്മയുഗം. ഒരു കണക്കിന് പറഞ്ഞാൽ മമ്മൂട്ടി എന്ന വ്യക്തി ഒരു അപാരം മനുഷ്യൻ തന്നെയാണ്. അദ്ദേഹം കാണിച്ച ആ ധൈര്യം ഉണ്ടല്ലോ, ആ ധൈര്യത്തിന് കൊടുക്കണം ഒരു 100 മാർക്ക്. ആ 100 മാർക്ക് ഇപ്പോഴുന്ന മലയാളി മാത്രമല്ല, അങ്ങ് ഹോളിവുഡിൽ ഞങ്ങൾക്ക് ഉണ്ടടാ എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ സ്വന്തം മമ്മൂട്ടിയുടെ സിനിമയും മമ്മൂട്ടിയും മാറി. ഇനി മമ്മൂട്ടി എന്ന് പറയുന്ന ആക്ടർ ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്ന നടനായി മാറി എന്ന് പറയാം. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ടിരിക്കുന്നത് വെറും ഒരു PR വർക്കിൻ്റെ ബലത്തിൽ മാത്രമല്ല, ഒരു പ്രത്യേക വിഷനിൽ പ്രത്യേക സാഹചര്യത്തിൽ ഒരു നല്ല സിനിമകൾ ലോകത്തിലെ നല്ല സിനിമകളുടെ ഇടയിലേക്ക് നമ്മുടെ ബ്രഹ്മയുഗം എത്തുന്നു. ആ നല്ല സിനിമകളുടെ ഇടയിൽ പ്രദർശിപ്പിക്കുന്നതിനിടയിൽ നമ്മുടെ സ്വന്തം മമ്മൂട്ടിയുടെ സിനിമയും കൂടി എത്തുന്നു. അതും നമ്മുടെ രാഹുൽ സദാശിവൻ, ഒരു പുതിയൊരു ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ വെറും ചെറിയൊരു കുഞ്ഞു പയ്യൻ അവൻ ചെയ്ത സിനിമ, ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ സിനിമ എന്ന് പറയാൻ പറ്റും. അതിൽ മമ്മൂട്ടി ഒരു ചെറുപ്പക്കാരൻ തന്നെ, 17 തികയാത്തൊരു പാവപ്പെട്ട പയ്യൻ എന്ന് പറയുന്ന രീതിയിലേക്ക് പറയാം. അത്ര മനോഹരമായിട്ടാണ് ആ ക്യാരക്ടർ ചെയ്ത്. കൊടുമൺ പോറ്റി എന്ന വ്യക്തിയായി മമ്മൂട്ടി കസറി എന്ന് പറയുന്നതിനേക്കാളും ജീവിച്ചു എന്ന് പറയുന്നതിനാണ് എനിക്ക് കുറച്ചുകൂടി അഭിമാനം തോന്നുന്നത്.
കാരണം അത്ര മനോഹരമായിരുന്നു ആ സിനിമ. പിന്നെ ക്രിസ്മസ് സേവിയറിൻ്റെ അതിമനോഹരമായ മ്യൂസിക്, അതിൽ ഓരോ പാട്ടുകളും നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഓരോ കാലഘട്ടത്തിൻ്റെ ഓർമ്മകളായിട്ട് മാറുന്നത് അത്ര മനോഹരമാണ്. അതിൽ ഓരോരുത്തരും അമൽഡ ലിസ് എന്ന് പറഞ്ഞ ആ പെൺകുട്ടി, ഓ മോനെ, ജീവിതത്തിൽ ഇതുപോലൊരു യക്ഷി നമുക്ക് കണ്ടിട്ടില്ല. സുന്ദരിയും സുശീലിയുമായ നമ്മുടെ അമൽഡ ലിസ് നല്ല ഗംഭീരമായിരുന്നു. ഓക്കെ ഗായ്സ്, ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റുകൾ, പുതിയ വീഡിയോകളൊക്കെ വരികയാണെങ്കിൽ ഞാൻ നിങ്ങളൊരു ഷെയർ ചെയ്യുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, സി യു, ടേക്ക് കെയർ.